എല്ലാവർക്കും ഫൈൻഡിങ് ഫാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ചലനം എന്ന ഭാഗത്തിലെ വിവിധ ആശയങ്ങളായിരുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞിരുന്നു ചലനം എന്ന പാഠഭാഗത്തുള്ള ഗ്രാഫുകൾ നമ്മൾ സെപ്പറേറ്റ് ആയി ഒരു വീഡിയോ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ചലനം എന്ന ഭാഗത്ത് വരുന്ന എല്ലാ ഗ്രാഫുകളും നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. തുടർന്ന് വരുന്ന ഭാഗങ്ങൾ കൂടെ പഠിപ്പിക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാഫുകൾ, എക്സ്ട്രാ നമ്മുടെ ഫിസിക്സിലുള്ള ഗ്രാഫുകൾ തുടർന്നുള്ള പാഠഭാഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ പാഠഭാഗത്തോടൊപ്പം എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ചലനം എന്ന ഭാഗത്തുള്ള വിവിധ ഗ്രാഫുകളാണ്. ഏകദേശം എല്ലാ ഗ്രാഫും തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗ്രാഫുകൾ ആദ്യം നമുക്ക് നോക്കാനുള്ളത് സ്ഥാന സമയ ഗ്രാഫാണ്. സ്ഥാന സമയ ഗ്രാഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. പൊസിഷൻ എന്ന് നമ്മൾ പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിനെ തന്നെയാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് അല്ലെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, പൊസിഷൻ ടൈം ഗ്രാഫ്. നമ്മളിവിടെ 4 ഗ്രാഫുകൾ എടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഗ്രാഫ് ഒന്ന് നോക്കിക്കേ. ആദ്യത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എന്താണ് ആദ്യത്തെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? ഒബ്ജക്റ്റ് റെസ്റ്റിലായിരിക്കുമ്പോൾ, അതായത് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലെങ്കിൽ സ്ഥാന സമയ ഗ്രാഫാണ്. സ്ഥാന സമയ ഗ്രാഫാണ്. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന്റെ സ്ഥാന സമയ ഗ്രാഫാണ് ആദ്യം നൽകിയിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഇത് എക്സ് അക്ഷത്തിന് സമാന്തരമായ ഒരു രേഖയാണല്ലേ. ഇവിടെ പൊസിഷന് ചേഞ്ച് ഒന്നും തന്നെ ഇല്ലെങ്കിൽ അതൊരു നേർരേഖയായിരിക്കും. എക്സ് അക്ഷത്തിന് സമാന്തരമായ ഒരു നേർരേഖയായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക, വസ്തു നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോൾ. ഇനി അടുത്തത് കോൺസ്റ്റന്റ് പോസിറ്റീവ് വെലോസിറ്റി, അതായത് സ്ഥിരമായ പോസിറ്റീവ് പ്രവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ ഗ്രാഫാണ് രണ്ടാമത്തെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ചിത്രം നോക്കുക. രണ്ടാമത്തെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് പോസിറ്റീവ് വെലോസിറ്റി, അതായത് പോസിറ്റീവ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥാന സമയ ഗ്രാഫാണ് രണ്ടാമത്തെ ഗ്രാഫിൽ നൽകിയിരിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്? അത് എങ്ങനെയുള്ള ഒരു ഗ്രാഫാണ്? ആ ഗ്രാഫ് എക്സ് ആക്സിസുമായിട്ടൊരു ആംഗിൾ, ഒരു കോൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു കോൺ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അതായത് ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഒരു കോൺ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ വെലോസിറ്റി പോസിറ്റീവ് ആണ്, കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് അക്ഷത്തിൽ ഒരു കോൺ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ഥാനസമയ ഗ്രാഫിന്റെ ചരിവ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. സ്ഥാനസമയ ഗ്രാഫിന്റെ ചരിവ് എന്നുള്ളത് സൂചിപ്പിക്കുന്നത് പ്രവേഗത്തെയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചരിവ് കണ്ടുപിടിക്കുന്നത്? ടാൻ തീറ്റ ആണല്ലേ. ടാൻ തീറ്റ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടാൻ തീറ്റ ആണ് നമ്മൾ കോണായിട്ട് എടുക്കുക. അപ്പം അവിടെ വരുന്നത് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. അപ്പം വൈ ആക്സിസിനെ നമ്മൾ എക്സ് ആയിട്ടും എക്സ് ആക്സിസിനെ നമ്മൾ ടൈം ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റി എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് വരും. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി സ്ലോപ്പ് നെഗറ്റീവ് ആകുന്ന സമയത്ത്, അതായത് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, പക്ഷെ പ്രവേഗം കോൺസ്റ്റന്റ് ആണെങ്കിൽ കൂടി അത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഗ്രാഫാണ് നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നത്. നോക്കുക, സ്ലോപ്പ് അവിടെ നെഗറ്റീവ് ആണ്, പക്ഷെ പ്രവേഗം
സ്ഥിരമാണ് പക്ഷെ നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് താഴോട്ടാണ് അല്ലേ? മനസ്സിലായല്ലോ? മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. നെഗറ്റീവ് വെലോസിറ്റി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ ഗ്രാഫാണ്, നെഗറ്റീവ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ഗ്രാഫാണ് മൂന്നാമത്തെ ഗ്രാഫ്. ഇനി നാലാമത്തേത് നോക്കുക. അത് വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല, വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല, പക്ഷേ അവിടെ ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റിക്ക് ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ഒബ്ജക്റ്റ് ആക്സിലറേറ്റ് ചെയ്യുന്നത് യൂണിഫോം റേറ്റിലാണ്. അതായത് വെലോസിറ്റിന്റെ റേറ്റ് ചേഞ്ച് ചെയ്യുന്നത് ഒരു യൂണിഫോം റേറ്റിലാണെങ്കിൽ അതിന്റെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. അതൊരു പാരാബോളയാണ് അല്ലേ? പാരാബോളിക് ഷേപ്പ് ആണ്. ഇനി അത് യൂണിഫോം റിട്ടാർഡേഷൻ ആണെന്ന് കരുതുക. യൂണിഫോം റിട്ടാർഡേഷൻ ആകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഗ്രാഫ് ഉണ്ടാകുക? അതായത് ആക്സിലറേഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് പക്ഷെ കുറഞ്ഞു വരികയാണെങ്കിൽ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു പാരാബോള, ഒരു ഇൻവേഴ്സ് പാരാബോള ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്ഥാനസമയ ഗ്രാഫിന്റെ സ്ലോപ്പ്, ചെരിവെന്ന് പറയുന്നത് വെലോസിറ്റി പ്രവേഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മളിപ്പോൾ കണ്ടത് ആക്സിലറേഷൻ സംഭവിക്കുന്ന ഗ്രാഫുകളാണ്. പോസിറ്റീവ് ആക്സിലറേഷനും നെഗറ്റീവ് ആക്സിലറേഷൻ അഥവാ മന്ദീകരണം. പോസിറ്റീവ് ആക്സിലറേഷൻ ത്വരണം, യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ ആണ് നാലാമത്തെ ഗ്രാഫ് നമ്മൾ ഇവിടെ കണ്ടത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് യൂണിഫോം റിട്ടാർഡേഷൻ ആണ്, അതായത് യൂണിഫോം സമ മന്ദീകരണം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സ്ഥാനസമയ ഗ്രാഫാണ്. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് പ്രവേഗ സമയ ഗ്രാഫ് അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പൊ ആദ്യത്തെ നമ്മൾ നോക്കാൻ പോകുന്ന ഗ്രാഫ്, അപ്പൊ അതിനു മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. സ്ഥാനസമയ ഗ്രാഫിന്റെ ചെരിവ് പ്രവേഗമാണ് നൽകുന്നത്. നമുക്ക് പ്രവേഗ സമയ ഗ്രാഫിലേക്ക് കടക്കാം. അപ്പൊ പ്രവേഗ സമയ ഗ്രാഫ്, ആദ്യത്തെ ഗ്രാഫ് നോക്കുക. ഒരു ബോഡി റെസ്റ്റിലായിരിക്കുമ്പോൾ, അതായത് ഒരു വസ്തു നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോഴുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ്, അല്ലെങ്കിൽ ആ ബോഡി എന്ന് പറയുന്നത് റെസ്റ്റിലായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ടാകുക? ഈ ഗ്രാഫിൽ എന്തെങ്കിലും ഉണ്ടാവുമോ? ഗ്രാഫിൽ ഈ കാണുന്ന രേഖകൾ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാവുമോ? ഇല്ല അല്ലേ? അപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫ് ബ്ലാങ്ക് ആണെങ്കിൽ ആ ബോഡി റെസ്റ്റിലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കാണുന്ന ഗ്രാഫ് ബോഡി റെസ്റ്റിലായിരിക്കുന്നതിന്റെ അല്ല കേട്ടോ. അപ്പം അത് ഞാൻ പറയുകയാണ്, ആ ഗ്രാഫ് നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്നുമില്ലാത്ത ഗ്രാഫ് നമ്മൾ വരയ്ക്കേണ്ടാത്തതുകൊണ്ടാണ് അത് വരയ്ക്കാത്തത്. ബോഡി അറ്റ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥാനസമയ ഗ്രാഫ്, അല്ല പ്രവേഗ സമയ ഗ്രാഫ് എന്ന് പറയുന്നത് ബ്ലാങ്ക് ആയിരിക്കും. അതുകൊണ്ടാണ് അത് വരയ്ക്കാത്തത് കേട്ടോ. അപ്പൊ അടുത്ത് നമ്മുടെ യൂണിഫോം മോഷനിലുള്ള, അതായത് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഉള്ള, പ്രവേഗം സ്ഥിരമായിരിക്കുമ്പോൾ ഉള്ള ഗ്രാഫാണ് ആദ്യം തന്നിരിക്കുന്നത്. അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ സമാന്തരമായിട്ട്, എക്സ് ആക്സിസിന് സമാന്തരമായിട്ടുള്ള ഒരു നേർരേഖയായിരിക്കും എന്ത്, പ്രവേഗം സ്ഥിരമായിരിക്കുമ്പോഴുള്ള ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ, വെലോസിറ്റി മാറുന്നുണ്ടെങ്കിൽ, അതായത് പ്രവേഗം മാറുന്നുണ്ടെങ്കിൽ, ത്വരണം ഉണ്ടെങ്കിൽ, പ്രവേഗം മാറുന്നു, ത്വരണമുണ്ട്, അത് പോസിറ്റീവ് ആണെങ്കിൽ, ആ ത്വരണം പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ പ്രവേഗ സമയ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് വിത്ത് എക്സ് ആക്സിസ് ആയിരിക്കും. അതായത് എക്സ് ആക്സിസുമായി ഒരു കോൺ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നേർരേഖയായിരിക്കും. അതാണ് രണ്ടാമത്തെ ഗ്രാഫ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ സ്ലോപ്പ് പോസിറ്റീവ് ആണ്, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്, പോസിറ്റീവ് ആണ്. ആക്സിലറേഷൻ ഉണ്ട്, അതായത് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ പോസിറ്റീവ് റേറ്റിലാണ് ചേഞ്ച് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ഗ്രാഫ്, ഇനി നെഗറ്റീവ് റേറ്റിലാണ് ആ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ആ ഗ്രാഫാണ് മൂന്നാമത് നൽകിയിരിക്കുന്നത്. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ് പക്ഷെ നെഗറ്റീവ് ആണ്. ഇനി നാലാമത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഉണ്ട്, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് അല്ല എങ്കിൽ,
ആക്സിലറേഷൻ യൂണിഫോം അല്ല, പക്ഷെ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ പോസിറ്റീവ് ആക്സിലറേഷനെ കാണിക്കുന്ന ഗ്രാഫാണ്. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത് ഒരു യൂണിഫോം റേറ്റിലല്ല, പ്രവേഗം ചേഞ്ച് ചെയ്യുന്നത് സമപ്രവേഗമല്ല അവിടെ സംഭവിക്കുന്നത്, അസമപ്രവേഗമാണ്. അങ്ങനെ അസമപ്രവേഗം സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ത്വരണം എന്ന് പറയുന്നത് അസമത്വരണമായിരിക്കും. ആക്സിലറേഷൻ സ്ഥിരമല്ല, ആക്സിലറേഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഗ്രാഫാണ് നമ്മൾ നാലാമത് കാണുന്നത്. ഒന്നാമത്തെ ഗ്രാഫിൽ എങ്ങനെയാണ്? ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്, അതായത് പ്രവേഗം ചേഞ്ച് ചെയ്യുന്നത് കോൺസ്റ്റന്റ് റേറ്റിലാണ്. അതാണ് സമത്വരണം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സമത്വരണത്തിന്റെ ഗ്രാഫും നാലാമത്തേത് അസമത്വരണത്തിന്റെ ഗ്രാഫുമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ, അതായത് പ്രവേഗ സമയ ഗ്രാഫിന്റെ ചെരിവ് നമുക്ക് നൽകുന്നത് ത്വരണമാണ് സൂചിപ്പിക്കുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ, പ്രവേഗ സമയ ഗ്രാഫിന്റെ ചെരിവ് ത്വരണമാണ് സൂചിപ്പിക്കുന്നത്. ഇനി പ്രവേഗ സമയ ഗ്രാഫിന്റെ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് സൂചിപ്പിക്കുന്നത് സ്ഥാനാന്തരത്തിനെയാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ സൂചിപ്പിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റിനെയാണ്. പ്രവേഗ സമയ ഗ്രാഫിന്റെ പരപ്പളവ് സൂചിപ്പിക്കുന്നത് സ്ഥാനാന്തരത്തിനെയാണ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിനെയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർക്കുക. ഇനി അടുത്തത് ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളൊന്നുകൂടി എഴുതിയിട്ടുണ്ടെന്നുള്ളൂ. പ്രവേഗ സമയ ഗ്രാഫിന്റെ ചരിവ് ത്വരണവും പ്രവേഗ സമയ ഗ്രാഫിന്റെ പരപ്പളവ് സ്ഥാനാന്തരവുമാണ്. ഇനി നമുക്ക് ആക്സിലറേഷൻ ടൈം ഗ്രാഫിലേക്ക് കിടക്കാം. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ത്വരണ സമയ ഗ്രാഫ് അല്ലേ. ത്വരണ സമയ ഗ്രാഫിൽ നോക്കിക്കോളൂ, കോൺസ്റ്റന്റ് ആക്സിലറേഷന്റെ ഗ്രാഫാണ് ആദ്യം നൽകിയിരിക്കുന്നത്. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ആണ് നമ്മൾ വൈ ആക്സിസിൽ എടുക്കുന്നത്. അപ്പൊ ആക്സിലറേഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, ആക്സിലറേഷന് വ്യത്യാസം ഒന്നുമില്ല എങ്കിൽ എക്സ് ആക്സിസിന് സമാന്തരമായ, എക്സ് അക്ഷത്തിന് സമാന്തരമായ ഒരു രേഖയായിരിക്കും. അപ്പൊ നമ്മൾ ഈ സമാന്തരമായിട്ടുള്ള രേഖകൾ വരുന്നത് ബോഡി അറ്റ് റെസ്റ്റ്, പിന്നെ യൂണിഫോം വെലോസിറ്റി വരുന്ന സമയത്തുള്ള ആ ഒരു ഇത്, യൂണിഫോം വെലോസിറ്റി, അതുപോലെ കോൺസ്റ്റന്റ് വെലോസിറ്റി വരുന്ന സമയത്തുള്ളത്. കോൺസ്റ്റന്റ് വെലോസിറ്റി വരുമ്പോഴാണ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരുന്നത് അല്ലേ, ഇൻക്ലൈൻ ടു പാരലൽ ടു എക്സ് ആക്സിസ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള പാരലൽ ടു എക്സ് ആക്സിസ് വരുന്ന ഗ്രാഫുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം എല്ലാ ഗ്രാഫുകളും കിട്ടാനുള്ള ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇവിടെ നോക്കുക, ത്വരണ സമയ ഗ്രാഫിന്റെ സമത്വരണത്തിലായിരിക്കുമ്പോൾ, കോൺസ്റ്റന്റ് ആക്സിലറേഷനിലായിരിക്കുമ്പോൾ ഉള്ള ഗ്രാഫാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് എക്സ് ആക്സിസിന് സമാന്തരമായ ഒരു രേഖയായിരിക്കും. ഇനി ത്വരണ സമയ ഗ്രാഫിന്റെ ഇൻക്രീസിങ് ആക്സിലറേഷൻ, യൂണിഫോംലി ഇൻക്രീസിങ് ആക്സിലറേഷൻ, അതായത് സമത്വരണം ഉള്ളപ്പോൾ, അതായത് സമത്വരണത്തിൽ പോസിറ്റീവ് ത്വരണം ഉള്ളപ്പോൾ ഉള്ള ഗ്രാഫാണ് രണ്ടാമത് നൽകിയിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡിയാണ്. ആക്സിലറേഷൻ ഉണ്ട്, പോസിറ്റീവ് ആണ്, പക്ഷെ നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണ്. നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ആ ബോഡിയുടെ എന്താണ് നൽകിയിരിക്കുന്നത്? ആ ബോഡിയുടെ ഗ്രാഫാണ് മൂന്നാമത് നൽകിയിരിക്കുന്നത്. ആക്സിലറേഷൻ ഉണ്ട്, പോസിറ്റീവ് ആണ്, പക്ഷെ അസമത്വരണമാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഈ മൂന്ന് ഗ്രാഫുകളും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് പ്ലസ് വണ്ണിന്റെ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു 4 ഗ്രാഫ് പഠിക്കാനുണ്ട്. ഇതിൽ ആദ്യത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് an object is moving in a positive direction with positive acceleration ആണ് അല്ലേ. അതെ, ഒരു ഒബ്ജക്റ്റിന് ആദ്യം ഒരു വെലോസിറ്റി ഉണ്ട്, ആ വെലോസിറ്റി ഉള്ളത് കൂടാതെ അത് പോസിറ്റീവ് ഡയറക്ഷനിൽ പോസിറ്റീവ് ആക്സിലറേഷനോട് കൂടി മൂവ് ചെയ്യുന്നു. അപ്പോൾ ആ ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് അവിടെ നൽകിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് v0 എന്നാണ്, അന്ത്യപ്രവേഗം v എന്ന് എടുത്തിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാഫ് തന്നെയാണ്, അത് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ആദ്യമേ ഒരു വെലോസിറ്റിയോട് കൂടി മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിന്റെ ഗ്രാഫാണ്, ഒരു പ്രവേഗത്തോടു കൂടി മൂവ് ചെയ്യുന്ന വസ്തുവിന്റെ ഗ്രാഫാണ് നൽകിയിരിക്കുന്നത്. ഇനി രണ്ടാമത് ബി എന്ന ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് an object moving in positive direction with negative acceleration. പോസിറ്റീവ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, പോസിറ്റീവ് ദിശയിലാണ് മൂവ് ചെയ്യുന്നത്, പക്ഷെ അതിനുള്ളത് നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. അതായത് അതിന്റെ ആക്സിലറേഷൻ കുറഞ്ഞു വരുന്നുണ്ട്.
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. അതാണ് രണ്ടാമത് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആദ്യമുണ്ടായിരുന്ന അതിന്റെ വെലോസിറ്റി v0 ആണ്. അവസാനം വിയിലേക്ക് അത് എത്തുമ്പോൾ ഉള്ള വെലോസിറ്റി ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക കേട്ടോ. ഈ ഗ്രാഫും നിങ്ങൾ ഓർത്തിരിക്കുക. ഒബ്ജക്റ്റ് മൂവിങ് ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ. അതായത് ഒരു വസ്തു പോസിറ്റീവ് ദിശയിൽ നെഗറ്റീവ് ത്വരണത്തോടുകൂടി സഞ്ചരിക്കുമ്പോഴുള്ള വസ്തുവിന്റെ ഗ്രാഫാണ് രണ്ടാമത്തെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ചിത്രം. മൂന്നാമത്തെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് an object moving in negative direction with a negative acceleration ആണ്. അതായത് ആ വസ്തു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് ദിശയിലാണ്. അതിനുള്ളത് നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് ആയിട്ടാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് കുറയുകയാണ്. അപ്പോൾ അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് അതെപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ക്വാഡ്രന്റിലാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത് ഓർക്കുക. ഇനി നാലാമത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോൾ ത്രോൺ വേർട്ടിക്കലി അപ്വേർഡ്സ് ആണ്. അതായത് മുകളിലേക്ക് എറിഞ്ഞ ഒരു വസ്തുവിന്റെ ഒരു ഗ്രാഫാണ് നൽകിയിരിക്കുന്നത്. അപ്പൊ അത് മുകളിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം 0 to t1 വരെയാണ് ആ വസ്തു മുകളിലോട്ട് പോകുന്നത്. മുകളിലോട്ട് പോകുമ്പോൾ ഉള്ള വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ദിശ എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ആയിട്ട് എടുക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അപ്വേർഡ് മോഷൻ ആണ് ആദ്യത്തെ ഒരു ട്രയാങ്കിൾ കാണിച്ചിട്ടുള്ളത്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട് ആ v0 ഞാനിവിടെ വരച്ച് കാണിക്കാം. ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് അപ്വേർഡ് മോഷനെ കാണിക്കുന്ന ട്രയാങ്കിൾ ആണ്. അപ്വേർഡ് മോഷൻ എന്ന് പറയുമ്പോൾ മുകളിലേക്കുള്ള ചലനത്തെ, ആ ബോൾ മുകളിലേക്ക് എറിയുമ്പോൾ ഉള്ള ചലനത്തെയാണ് ഈ ഒരു ലൈൻ, ഫസ്റ്റ് ലൈൻ കാണിക്കുന്നത്. ട്രയാങ്കിൾ അല്ല, ഈ ലൈൻ എടുത്താൽ മതി, ലൈൻ കാണിക്കുന്നത്. ഇനി താഴോട്ടുള്ള ചലനത്തെയാണ് ഈ t1 ശേഷമുള്ള ഈ ലൈൻ കാണിക്കുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ബോൾ മുകളിലോട്ട് പോകുമ്പോൾ വെലോസിറ്റി ഉണ്ട്, പക്ഷെ നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് ലൈൻ താഴോട്ട് വരുന്നത് അല്ലേ. ഇനി അത് മുകളിൽ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി 0 ആവും. 0 ആയി പിന്നെ അത് നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിന്റെ വെലോസിറ്റി വീണ്ടും കുറയുകയാണ്. പക്ഷെ അത് നെഗറ്റീവ് ഡയറക്ഷനിൽ വീണ്ടും അത് ക്വാഡ്രന്റ് മാറിയിട്ട് കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. അതായത് താഴോട്ട് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മുകളിലോട്ട് പോകുന്ന ഒരു വസ്തുവിന്റെ ഡയറക്ഷൻ, വെലോസിറ്റിയുടെ ഡയറക്ഷൻ അപ്പോൾ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. വീണ്ടും അത് നമ്മുടെ മേലെ എത്തി പിന്നെയും താഴോട്ട് വരുന്ന സമയത്ത് അവിടെ രണ്ടും നെഗറ്റീവ് ആവുകയാണ്. അതായത് ടൈം ആയാലും വീണ്ടും വെലോസിറ്റി നെഗറ്റീവ് ആവുന്ന ഒരു ഇതാണ് വരുന്നത്. ആദ്യം നമ്മളെ വെലോസിറ്റി കുറയാണ് ചെയ്യുന്നത് താഴോട്ട് വരുന്ന സമയത്ത്. പിന്നീട് അവിടെ മേലോട്ട് പോകുന്ന സമയത്ത് വെലോസിറ്റി കുറയുന്നു, താഴോട്ട് വരുന്ന സമയത്ത് വെലോസിറ്റി നെഗറ്റീവ് ആവുന്നു. ക്ഷമിക്കണം, ആദ്യം ഞാൻ പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോൾ ത്രോൺ വേർട്ടിക്കലി അപ്വേർഡ്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ മുകളിലോട്ട് പോകുന്ന സമയത്ത് വെലോസിറ്റി കുറയുകയാണ്. അപ്പൊ കുറയുന്നതിന്റെ ചിത്രമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്, താഴോട്ട് വരുന്നു എന്നുള്ള സംഭവം. ഇനി അത് എക്സ് ആക്സിൽ മുട്ടുന്ന t1 എന്ന പോയിന്റിൽ എത്തുമ്പോൾ അത് മുകളിലെത്തി. ഈ മുകളിൽ എത്തിക്കഴിഞ്ഞിട്ട് വീണ്ടും അത് നമ്മളെ കയ്യിലേക്ക് വരികയാണ്. വരുന്ന സമയത്ത് വെലോസിറ്റി നെഗറ്റീവ് ആണ് അല്ലെ. ഒരു ഫ്രീലി ഫാളിംഗ് ബോഡീന്റെ നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പം നെഗറ്റീവ് വെലോസിറ്റി ആണ് അതിനുള്ളത്. അതാണ് നമ്മൾ ആ ക്വാഡ്രന്റിലേക്ക് ആ ഗ്രാഫ് വരച്ചിരിക്കുന്നത്, നെഗറ്റീവ് ക്വാഡ്രന്റിലേക്ക്. ഇനി അടുത്ത ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്, ഈ ഗ്രാഫ് ഒന്ന് നിങ്ങൾ, നാലാമത്തെ ഗ്രാഫ് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഇനി ക്ഷമിക്കണം, ഇനി അഞ്ചാമത്തെ ഗ്രാഫ് മുകളിലേക്ക് എറിഞ്ഞ പന്തിന്റെ ഒരു ഗ്രാഫാണ്. അത് ആദ്യം കണ്ട ഗ്രാഫ് തന്നെയാണ് നമ്മൾ
ഫസ്റ്റ് വെലോസിറ്റിൻ്റെയും ടൈമിൻ്റെയും ഗ്രാഫാണ്. അതിൽ ആദ്യം വെലോസിറ്റി മേലോട്ട് എറിയുന്ന സമയത്ത് വെലോസിറ്റി കുറയുന്നു. പിന്നീട് താഴോട്ട് വരുന്ന സമയത്ത് ഫ്രീലി ഫാളിങ് ബോഡീൻ്റെ സെയിം സ്റ്റേറ്റ് ആണ് വരുന്നത്. ആ സമയത്ത് എന്താ സംഭവിക്കുക? വെലോസിറ്റി നെഗറ്റീവ് ആവുന്നു. അപ്പോൾ അത് ആ ക്വാഡ്രന്റിലേക്ക് പോകുന്നു. ഇനി രണ്ടാമത്തത് സ്പീഡ് ടൈം ഗ്രാഫാണ്, അതായത് വേഗ സമയ ഗ്രാഫാണ്. ഈ വേഗ സമയ ഗ്രാഫിന്റെ കേസിൽ എന്തില്ല, താഴോട്ട് വരുന്ന ഇതിന് ദിശയില്ലാത്ത കാരണം, നമ്മൾ ഡയറക്ഷൻ പറയാത്ത കാരണം, അതൊരു അതിശ അളവായതുകൊണ്ട് സെക്കൻഡ് ക്വാഡ്രന്റിൽ തന്നെയാണ്, ഫസ്റ്റ് സെയിം പോസിറ്റീവ് ക്വാഡ്രന്റിൽ തന്നെയാണ് വരിക. മുകളിലോട്ട് നമ്മൾ വരയ്ക്കുന്നു എന്നുള്ള കാര്യം. അതായത് സ്പീഡ് ഇവിടെ ഒരു അതിശ അളവാണ്, പ്രവേഗം എന്ന് പറയുന്ന ഒരു സദിശ അളവാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാറ്റം മുകളിലേക്ക് എറിഞ്ഞ പന്തിന്റെ കേസിൽ രണ്ട് ഗ്രാഫിനും ഉണ്ടാകുന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കാം. ഇനി ഫ്രീലി ഫാളിംഗ് ബോഡീന്റെ കേസ് നമ്മൾ ഒന്നുകൂടെ പറയുന്നുണ്ട്. അതായത് ഫസ്റ്റ് നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു കേസാണ്, അതായത് T1 ശേഷമുള്ള, ഇവിടെ T1 ശേഷമുള്ള കേസാണ് ഫ്രീലി ഫാളിംഗ് ബോഡി എന്ന് പറയുന്നത്. അതായത് നിർബാധം താഴേക്ക് പതിക്കുന്ന വസ്തു. അവിടെ നോക്കുക, നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. ഫ്രീലി ഫാളിംഗ് ബോഡീന്റെ കേസിൽ മാത്രം നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. നമ്മളെ ടൈം കൂടി വരുന്നതിനനുസരിച്ച് നെഗറ്റീവ് ആയിട്ടാണ് അതിന്റെ വെലോസിറ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് വെലോസിറ്റി എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി പൊസിഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഗ്രാഫിലുള്ളത്. അതൊരു പരാബോളയാണ്. അത് എങ്ങനെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളായിട്ട് എടുക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ നോക്കാം. ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ഫസ്റ്റ് ഇക്വേഷൻ v is equal to u plus at, v squared is equal to u squared plus 2as, പിന്നെ s is equal to ut plus half at square. അങ്ങനെ ഒരുപാട് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു പാരാബോള നമുക്ക് കറക്റ്റ് മനസ്സിലാവുക എങ്ങനെ വന്നു എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിട്ട് എടുക്കും. അത് ഈ ഗ്രാഫുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും ഗ്രാഫുകൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കുക. ഇനിയും ഗ്രാഫുകൾ വരാനുണ്ട്. ഫോഴ്സ് പഠിക്കുന്ന സമയത്ത് ഫോഴ്സ് ടൈം ഗ്രാഫ്, ഇമ്പൾസിന്റെ ഗ്രാഫ്, അതൊക്കെ വരാനുണ്ട്. അപ്പോൾ ഈ ഗ്രാഫുകൾ, ചലനത്തിന്റെ ആദ്യ ഭാഗത്തുള്ള ഈ ഗ്രാഫുകൾ നിർബന്ധമായിട്ടും തറവായിട്ട് പഠിച്ചിരിക്കാം. ഓക്കെ. അപ്പോൾ ഇതിന് മുന്നുള്ള വീഡിയോസ് കാണാത്തവർ ആ വീഡിയോസ് കൂടെ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടും. പിന്നെ എല്ലാം ചെറിയ വീഡിയോസ് ആണ്, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റും. അതായത് നിങ്ങൾ പഠിച്ചതിന് ശേഷം ഈ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഓർമ്മയിൽ നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തന്നെ തോന്നും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിരുന്നു. ആ ടൈം ടേബിൾ വെച്ച് പഠിക്കാൻ സാധിക്കാത്തവർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ വീഡിയോസ് ഒന്ന് കാണുക. അറ്റ്ലീസ്റ്റ് ഈ വീഡിയോസ് എങ്കിലും കാണുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഒരു ദിവസം തന്നെ ചെറിയ ചെറിയ വീഡിയോസ് ഒരു 3-4 എണ്ണമെങ്കിലും ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസിന് ലൈക്ക് തരിക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ആരെങ്കിലും ഇതിനു വേണ്ടി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ലെഷർ ടൈം എന്നുള്ള നിലയ്ക്ക് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ക്ലിയർ ആവും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.